limiting my comments. സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? Please, no comments. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് സമയം കൊടുക്കുന്നു, പക്ഷേ KSU അധ്യക്ഷനും അതോടൊപ്പം തന്നെ PN നിയാസിനൊന്നും സമയം കൊടുക്കുന്നില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം, ഈ പീഡന നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞ വന്ന രണ്ട് തരം അഭിപ്രായങ്ങളാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പോലും പരിഗണിച്ചില്ലെന്നൊരു പരാതി വിഭാഗത്തിൽ വരുന്നു. KSU നേതാക്കളെ കാണാൻ വിസമ്മതിക്കുന്നു മുഖ്യമന്ത്രി. ഇത് ഏത് തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ? അതല്ല, നമ്മൾ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് limiting my comments. സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? Please, no comments. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് സമയം കൊടുക്കുന്നു, പക്ഷേ KSU അധ്യക്ഷനും അതോടൊപ്പം തന്നെ PN നിയാസിനൊന്നും സമയം കൊടുക്കുന്നില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം മാത്രമേ ഉണ്ടാകൂ, സസ്പെൻഷൻ ഉണ്ടാകില്ല. അതിനകത്ത് എന്താണ്? ഉണ്ടാകില്ല. ഔദ്യോഗികമായ ആരെങ്കിലും സ്ഥിരീകരിച്ചോ? അല്ല, ഇത് വാർത്തയാണ്, ഔദ്യോഗികമായിട്ടല്ല. അല്ല, അത് വരട്ടെ, വന്നാൽ ഞങ്ങൾ അല്ല നോക്കാം. ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല. അത് വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. ഒറ്റ കാര്യം കൂടി, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളുടെ പേര് അതൊക്കെ പാർട്ടി അതിന്റെ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ.